നെക്സ്റ്റ് ടോപ്പിക്കാണ് നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ്. അതിൽ ഫസ്റ്റ് വരുന്നത് ചേഞ്ചിങ് ഓണർഷിപ്പ് സ്ട്രക്ചർ. കമ്പനിയിലെ അതായത് ഇപ്പോൾ ഒരു ഗവൺമെൻറ് ഒരു ഗവൺമെൻറ് അല്ല, ഏതൊരു എൻ്റർപ്രൈസ് എടുക്കുകയാണെങ്കിലും അവരുടെ ഓണർഷിപ്പ് സ്ട്രക്ചർ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒന്നെങ്കിൽ പബ്ലിക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആവാം, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ആവാം. അങ്ങനെ ഓരോ സിംഗിൾ എൻ്റർപ്രൈസസിൻ്റെ സ്ട്രക്ചർ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു മാനേജ്മെൻറ്റിൻ്റെ കൺട്രോൾ എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടാണ്. അപ്പോൾ അവരൊരു കോർപ്പറേറ്റ് ഗവേണൻസ് അഡോപ്റ്റ് ചെയ്യുകയാണെങ്കിൽ മോർ എഫിഷ്യൻ്റ് ആയി, അതുപോലെ മോർ ട്രാൻസ്പെറൻ്റ് ആയി, അക്കൗണ്ടബിൾ ആയിട്ട് അവരുടെ ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റും. അതാണ് ഫസ്റ്റ് നീഡ് എന്ന് പറയുന്നത്. സെക്കൻഡ്, ഗ്രോയിങ് നമ്പർ ഓഫ് സ്കാംസ്. അതായത് നമ്പർ ഓഫ് സ്കാംസ് കോർപ്പറേറ്റ് വേൾഡിൽ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ മിസ്യൂസ് വരാം, അതുപോലെ മിസ്അപ്രോപ്രിയേഷൻ വരാം. പബ്ലിക് മണിയൊക്കെ നമ്മൾ എവറി ഡേ ആയിട്ട് ദിവസവും നമ്മൾ മിസ്യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു അവോയ്ഡ് ചെയ്യാൻ വേണ്ടി സ്കാംസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളും ഇറഗുലാരിറ്റി ഒക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കോർപ്പറേറ്റ് ഗവേണൻസ് വേണം. നെക്സ്റ്റ് എന്ന് പറയുന്നത് സെപ്പറേഷൻ ഓഫ് ഓണർഷിപ്പ് ഫ്രം മാനേജ്മെൻറ്റ്. സെപ്പറേഷൻ ഓഫ് ഓണർഷിപ്പ് ഫ്രം മാനേജ്മെൻറ്റ് എന്ന് പറയാൻ ജനറലി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് കമ്പനിയിലെ കാര്യങ്ങൾ, അഫയേഴ്സ് അല്ലെങ്കിൽ ഒക്കെ മാനേജ് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്യണം, ഒരു ജനറൽ മീറ്റിംഗ് മാത്രം അവർ അറ്റൻഡ് ചെയ്യുന്നു. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് അവിടെ സ്ട്രോങ് ആവുന്നില്ല. അപ്പോൾ അവർ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടും അവരുടെ മിസ്യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടും അപ്പോൾ ഈ ഒരു ഷെയർ ഹോൾഡേഴ്സിൽ അവർ സ്ട്രോങ് അല്ലെങ്കിൽ അവർക്ക് ഈ ഒരു കമ്പനിയിൽ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഒരു നല്ലൊരു കോർപ്പറേറ്റ് ഗവേണൻസ് ഉണ്ടെങ്കിൽ കമ്പനിയിലെ എല്ലാ പാർട്ടീസിൻ്റെ ഇൻട്രസ്റ്റ് ഓഫ് പാർട്ടീസ് ആയിട്ടുള്ള എല്ലാവരുടെയും ഇൻട്രസ്റ്റ് കമ്പനിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടും. നെക്സ്റ്റ് വരുന്നതാണ് ഗ്ലോബലൈസേഷൻ. ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു റൂഫിൻ്റെ ഉള്ളിൽ എല്ലാവരും വേൾഡ് മൊത്തത്തിനെ കൊണ്ടുവരിക. അപ്പോൾ ഈ ഒരു ഗ്ലോബലൈസേഷൻ്റെ സിറ്റുവേഷൻ എടുക്കുകയാണെങ്കിൽ ഒരു കമ്പനിക്കും കോർപ്പറേറ്റ് സ്ട്രക്ചർ അല്ലെങ്കിൽ കോർപ്പറേറ്റ് ഗവേണൻസ് അത്യാവശ്യമാണ്. അവരെ സർവൈവിനും ഒരു ഗ്രോത്തിനൊക്കെ വേണ്ടിയിട്ട് കോർപ്പറേറ്റ് ഗവേണൻസ് അത്യാവശ്യമാണ്. നെക്സ്റ്റ് ടേക്ക് ഓവർ ആൻഡ് മെർജേഴ്സും ടേക്ക് ഓവർ നടത്തുകയാണ്. ഇപ്പോൾ ഒരുപാട് കമ്പനീസ് മെർജ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഐഡിയ വോഡഫോൺ മെർജ് ചെയ്തു, അതുപോലെ SBI SBT മെർജ് ചെയ്തു. അങ്ങനെ ഒരുപാട് മെർജിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ടേക്ക് ഓവർ നടത്താൻ വേണ്ടിയിട്ടും അതിൻ്റെ പ്രൊട്ടക്ഷനൊക്കെ വേണ്ടിയിട്ട് കോർപ്പറേറ്റ് ഗവേണൻസ് വേണം. നെക്സ്റ്റ് സെബി റൂൾസ്. സെബി ഇപ്പോൾ എന്ത് ചെയ്യാണ്, റൂൾസ് ഓരോ കമ്പനിയുടെ മുകളിലും കമ്പൽസറി റൂൾസ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ആ റൂൾസ് ഇൻവെസ്റ്റേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനൊക്കെ കോർപ്പറേറ്റ് ഗവേണൻസ് അത്യാവശ്യമാണ്. ഇത്രയാണ് നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ്. നെക്സ്റ്റ് പ്രിൻസിപ്പിൾസ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ്. കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ പ്രിൻസിപ്പിൾസ്. ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഫെയർനെസ്. കമ്പനി എന്തായിരിക്കും, ഫെയർനെസ്സോട് കൂടിയിട്ട് ഓരോ ഷെയർ ഹോൾഡേഴ്സിൻ്റെയും ഫെയർ ആയിട്ട് ട്രീറ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ നീതിപൂർവ്വം ട്രീറ്റ് ചെയ്യണം. ഷെയർ ഹോൾഡേഴ്സിൻ്റെ റൈറ്റ്സും അവിടെ എല്ലാവരും ഒരേപോലെ ട്രീറ്റ് ചെയ്ത് അവരുടെ മൈനോറിറ്റി അല്ലെങ്കിൽ ഫോറിൻ ഷെയർ ഹോൾഡേഴ്സിനൊക്കെ മനസ്സിലാക്കിയിട്ട് അതിനൊന്നും വേർതിരിച്ച് കാണാതെ ഒരേപോലെ എല്ലാവരെയും ട്രീറ്റ് ചെയ്യണം. അതുപോലെ ഈ ഒരു കോർപ്പറേറ്റ് ഗവേണൻസ് ഉണ്ടെങ്കിൽ അത് എല്ലാവരും ഒരേപോലെ കൊണ്ടുവരാനും ഷെയർ ഹോൾഡേഴ്സിനൊക്കെ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനിയുടെ മീറ്റിങ്ങിനും ഇതിനൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി എൻകറേജ്മെൻറ്റ് നടത്താനും ഇതിൽ പറ്റും. നെക്സ്റ്റ് റെസ്പോൺസിബിലിറ്റീസ് ഡിസ്ചാർജിങ് ഇസ് ഫങ്ഷൻ ഇൻക്ലൂഡിങ് കംപ്ലയൻസ് വിത്ത് റെഗുലേഷൻ ആൻഡ് കോഡ് ഓഫ് കണ്ടക്റ്റ്. ഇവിടെ ഉത്തരവാദിത്തം ഉണ്ടായിരിക്കും ഈ ഒരു കോർപ്പറേറ്റ് റെഗുലേഷൻ പ്രകാരം. അതായത് അവർ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോൾ അതിൻ്റെ കോഡും കാര്യങ്ങളും അതിൻ്റെ റെഗുലേഷൻസ് എന്തൊക്കെയാണ് അതൊക്കെ മനസ്സിലാക്കാനും റെസ്പോൺസിബിലിറ്റി ഓരോരുത്തരുടെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണെന്ന് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതും ഇതിൻ്റെ ഒരു പ്രിൻസിപ്പിളാണ്. നെക്സ്റ്റ് വരുന്നത് ട്രാൻസ്പെറൻസി. അതായത് സുതാര്യമായിരിക്കും, അക്യുറേറ്റ് ഡിസ്ക്ലോഷർ. എല്ലാവരുടെ കാര്യങ്ങളും കമ്പനിയിലെ എല്ലാ മെറ്റീരിയൽസും എന്ത് ചെയ്യും, ഡിസ്ക്ലോസ് ചെയ്യും, തുറന്ന് കാണിച്ചു കൊടുക്കും. കാരണം ഫിനാൻഷ്യൽ സിറ്റുവേഷൻ, പെർഫോമൻസ്, ഓണർഷിപ്പ്, ഗവേണൻസ് സ്ട്രക്ചർ, ആ കാര്യങ്ങളൊക്കെ ഇവിടെ എന്താണ്, സുതാര്യമാണ്. നെക്സ്റ്റ് അക്കൗണ്ടബിലിറ്റി ഇൻവോൾവ്സ് ദി സ്ട്രാറ്റജിക് ഗൈഡൻസ് ഓഫ് ദി കമ്പനിയുടെ സ്ട്രാറ്റജിക് ഗൈഡൻസ് ആണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവർക്ക് എന്തുണ്ടായിരിക്കും, ഒരു ഉത്തരവാദിത്ത ബോധം ഉണ്ടായിരിക്കും. അവരെന്തൊക്കെയാണ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അവരറിയാം. അപ്പോൾ ഈ 4 പോയിൻറ്റ്സ് ആണ് പ്രിൻസിപ്പിൾസ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ്. നെക്സ്റ്റ് ബെനിഫിറ്റ്സ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ്. കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? ഒരു ഗുഡ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, എക്കണോമിക് ഗ്രോത്ത്, അതുപോലെ കോർപ്പറേറ്റ് സക്സസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നല്ലൊരു കോർപ്പറേറ്റ് ഗവേണൻസ് ഉണ്ടെങ്കിൽ, നല്ലൊരു സിസ്റ്റം അല്ലെങ്കിൽ നല്ലൊരു സെറ്റിങ്സ് പ്രൊസീജിയറൊക്കെ ഉണ്ടെങ്കിൽ അവിടേക്ക് ഗ്രോത്തും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. രണ്ടാമതായിട്ട് പറയുന്നത് സ്ട്രോങ് കോർപ്പറേറ്റ് ഗവേണൻസ് മെയിൻറ്റെയിൻസ് ഇൻവെസ്റ്റേഴ്സ് കോൺഫിഡൻസ്.
ഓരോ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റും പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ കോൺഫിഡൻസ് ഇവിടെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ദ കമ്പനി ക്യാൻ റേസ് ക്യാപിറ്റൽ എഫിഷ്യൻ്റ്ലി ആൻഡ് ഇഫക്റ്റീവ്ലി. കമ്പനിക്ക് എന്ത് ചെയ്യാം, അവർ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള വേയിലും അതുപോലെ ഇഫക്റ്റീവ് ആയിട്ടുള്ള വേയിലും ക്യാപിറ്റൽ റേസ് ചെയ്യാൻ പറ്റും. ഇറ്റ് ലോവേഴ്സ് ദി ക്യാപിറ്റൽ കോസ്റ്റ്. ഇവിടെ എന്ത് ചെയ്യുകയാണ്, ക്യാപിറ്റൽ കോസ്റ്റ് കുറയ്ക്കുകയാണ്. പിന്നെ ദർ ഇസ് എ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഓൺ ദി ഷെയർ പ്രൈസ്. ഷെയർ പ്രൈസിൻ്റെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ്. അതുപോലെ ഇറ്റ് പ്രൊവൈഡ്സ് എ പ്രോപ്പർ റിൻഡ്യൂസ്മെൻറ്റ് ടു ദി ഓണേഴ്സ് ആസ് വെൽ ആസ് മാനേജേഴ്സ് ടു അച്ചീവ് ഒബ്ജക്റ്റീവ്സ്. ഇവിടെ മാനേജേഴ്സിനും ഓണേഴ്സിനും പ്രോപ്പറായിട്ട് ഒരു ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ പറ്റും. കാരണം ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഓർഗനൈസേഷൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാണ്. അതുകൊണ്ട് ഇവിടെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. അതുപോലെ തന്നെ ക്യാപിറ്റൽ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യും, കോർപ്പറേറ്റ് സക്സസ് ഒക്കെ ഇൻക്രീസ് ചെയ്യും, വേസ്റ്റേജ്, കറപ്ഷൻ, റിസ്ക് മാനേജ്മെൻറ്റ് ആ കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ബെനിഫിറ്റ്സ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ്. നെക്സ്റ്റ് പറയുന്നതാണ് മേജർ പ്രൊവിഷൻസ് ഇൻക്ലൂഡഡ് ഇൻ ന്യൂ ക്ലോസ്. സെക്ഷൻ ന്യൂ ക്ലോസ് 49. ക്ലോസ് 49 പ്രകാരം എന്തൊക്കെയാണ് മേജർ പ്രൊവിഷൻസ്?